ഹലോ മൈ ഗസ് ഞങ്ങൾ ഇന്നത്തെ പുതിയ ഒരു മലപ്പുറം മോട്ടോഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലൊക്കെ കേട്ടോ. കുറെ ഒരു അഞ്ചാറ് പുതിയ വണ്ടികൾ കയറിയിട്ടുണ്ട്. അതേമാതിരി കുറച്ച് പഴയ വണ്ടികളും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണേ. അപ്പൊ കുറെ ആൾക്കാർ കണ്ട വണ്ടികളൊക്കെ ഉണ്ടാവും. അത് കണ്ടവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാത്ത കാണാം. അതായത് കുറെ ആൾക്കാർ നമ്മളോട് മെസ്സേജിൽ ചോദിക്കൊണ്ട് വണ്ടികളൊക്കെ വിടി റഷ്യാക്കാൻ എന്താ വീഡിയോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുതിയ വണ്ടികള് പഴയ വണ്ടികളൊക്കെ പാടെ കൂടിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ അടുത്ത് ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണ ഒരു കിടിലൊരു പോലീസ് ബ്ലൂ അൾട്ടോ 2011 ലാസ്റ്റ്. നല്ല ടയറ് കാര്യമൊക്കെ 90% ടയറ് കാര്യമൊക്കെ അല്ല, റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. ഏകദേശം ഒരു 5-8 മാസം പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് പേപ്പർ എടുത്തുവാണെങ്കിൽ എടുത്തു കൊടുക്കാം, എടുക്കാതെ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. എടുത്തുകാണ്ടാണെങ്കിൽ ഒരു 1.30 റേഞ്ചിലൊക്കെ 2011 നമുക്ക് പുതിയ പേപ്പർ എടുത്തുകാണ്ട് കൊടുക്കട്ടോ. നല്ല ഇന്റീരിയർ കാര്യമൊക്കെ ഉണ്ട്. ഡോർ വൈസർ നമുക്ക് ഒട്ടിക്കാണ്ട്, അതുകൊണ്ട് ഇത് വാങ്ങിക്കൊടുന്നിട്ടാണ്. ഇത് ഒട്ടിക്കാനാണ് നമ്മൾ ഒട്ടിക്കും. അടിപൊളി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നല്ല അടിപൊളി സീറ്റ് കവർ, ഇന്റീരിയർ കാര്യമൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. നമുക്ക് പേപ്പർ എടുക്കാതെയാണ് 1.15 കൊടുക്കുക. ഒരു 5-8 മാസം ഗ്യാപ്പ് ഉണ്ട്. 1,15,000 റുപ്യക്ക് 2011 മോഡലാണ്. ഈ പേപ്പർ എടുത്തുകാണ്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക. ഒരു 10-15 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ എടുത്തുകാണ്ടും കൊടുക്കണ്ടോ. 1.30 പുതിയ ടെസ്റ്റ് കഴിച്ചുകാണ്ട് 5 കൊല്ലം പേപ്പർ എടുത്തുകാണ്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അന്ന് നമ്മൾ പേപ്പർ എടുത്തുകാണ്ട കൊടുക്കുക. ഇപ്പൊ ഒരു 2 മാസം മുന്നേ പേപ്പർ എടുക്കാൻ പറ്റുള്ളൂ, അതിന്റെ മുന്നോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ടാക്സ് ഒക്കെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ അടച്ചു കൊടുക്കുക. റിന്യൂവൽ കൊടുക്കുക. അപ്പൊ ഒരു 2,000 റുപ്യ എടുത്തുകാണ്ട് റിന്യൂവൽ എടുത്താൽ മതി. നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയിലെ ക്വാളിറ്റിക്കാരൻ 2011 ലാസ്റ്റ് വണ്ടി ടോൾട്ടോ. 1,15,000 രൂപ കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഒരു കിഡിലോ ഒമിനി കേട്ടോ. 2008 മോഡൽ 28 വരെ പേപ്പറൊക്കെ നല്ല സിംഗിൾ ഓണർഷിപ്പിൽ എടുക്കണ നല്ലൊരു വൃത്തിയിലെ വണ്ടിയാണ്. നല്ല ഒമിനി ആൾക്കാർക്ക്. ഇതെന്താ വെച്ചാൽ പെയിന്റ് ഷാപ്പിൽ നിന്നപ്പോ പോണുള്ളൂ. നമുക്ക് നാളെ പോളിഷ് ഇന്റീരിയർ ഒക്കെ ചെയ്തിക്കാണ്ട് നല്ല വൃത്തിയാക്കിയാ കൊടുക്കണം. നല്ല തുരുമ്പ് ഒന്നും ഇല്ലാത്ത നല്ലൊരു 2008 മോഡൽ ഒമിനി. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് കിടക്കുന്നത്. തോന്നുന്നു 2 മിനിറ്റ് പേപ്പർ ആണെങ്കിൽ ഇതിലുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി. ഒമിനി ആയിരിക്കും ആവശ്യക്കാരുണ്ടായി ചോദിച്ചോളെ. നല്ല വൃത്തിക്കാരെ വണ്ടി കേട്ടോ. 2008 വരെ പേപ്പറും കാര്യമൊക്കെ നല്ല ഇന്റീരിയർ ഇതൊക്കെ നല്ല വൃത്തിയിലെ വണ്ടിയാണ്. ഡോർമേ സ്പീക്കർ കാര്യങ്ങള് പാട്ടൊക്കെ ഉണ്ട്. നല്ല അടിപൊളി 2008. തുരുമ്പ് കാര്യമൊന്നുമില്ല. ഒന്ന് സർവീസ് ഇന്റീരിയർ പോളിഷൊക്കെ ഒന്ന് ചെയ്യാണ്ട് ഒക്കെ വൃത്തിയാക്കി നമ്മൾ കൊടുക്കും. വെറും 98,000 റുപ്യക്ക് കേട്ടോ. 98,000 റുപ്യക്ക് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 28 ലാസ്റ്റ് വരെ പേപ്പറൊക്കെ അല്ല. MTFI ഇഞ്ചിനിൽ വരുന്ന ഒമിനി കേട്ടോ. ടയറൊക്കെ ഒരു 90% ബാക്കിലുണ്ട്. മുന്നിൽ ഒരു 50% ടയർ കാര്യമൊക്കെ ഉണ്ട്. സർവീസ് ഇന്റീരിയർ പോളിഷ് ഒക്കെ ചെയ്ത് കണ്ട് 98 റുപ്യക്ക് നമുക്ക് 2008 ഒമിനി കൊടുക്കട്ടോ. അല്ല ഇതൊക്കെ ഡോറൊക്കെ വേണമെങ്കിൽ തുറക്കാം. ലോക്കാക്കി നല്ല തുരുമ്പ് പറഞ്ഞ സാധനമല്ല കേട്ടോ. ഇത് സർവീസ് ചെയ്യാനാണ്. ഒരു തുരുമ്പും കരിമ്പും ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സീറ്റ് കാര്യമൊക്കെ പോളിഷ് ഇന്റീരിയറൊക്കെ നമ്മൾ ചെയ്യും. 2008 ആണ്. 28 ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ ഒമിനി. MTFI ആരെയും ആവശ്യക്കാരുണ്ടായി ചോദിച്ചോളി. വെറും 98,000 റുപ്യക്ക് നമുക്ക് കൊടുക്കട്ടെ. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ഒരു അൾട്ടോണ് 2012 മോഡൽ 40,000 കിലോമീറ്ററോടെ നല്ല റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയില്ല വൈറ്റ് കളറിൽ കേട്ടോ. 40,000 ഓടി അൾട്ടോന്ന് കിട്ടും. നല്ല ക്വാളിറ്റിക്കാരനാണ്. ഇതിമൊക്കെ ഈ 2011 12 ഒക്കെ വേണമെങ്കിൽ ബാങ്ക് ലോൺ നമ്മൾ ചെയ്തു തരും കേട്ടോ. ₹1 1.25 1.20 റേഞ്ചിലൊക്കെ ലോൺ ചെയ്യാം. ഇതിമൊക്കെ ഒരു 10-20 റുപ്യ മടക്കിയാൽ മതി. അതിന് ഒരു 10-25 റുപ്യ ഒക്കെ മടക്കിയാൽ ₹1 ഇപ്പൊ 2011 കിട്ടേണ്ടതാണ്. നല്ല ഇന്റീരിയർ കാര്യമൊക്കെ വൃത്തിയില്ല അൾട്ടോകൾ പല ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് 65,000 റുപ്യക്ക് ഈ അൾട്ടോ കൊടുക്കുക. അൾട്ടോ ഏത് വേണമെങ്കിലും വിളിച്ചോളി. നമ്മള് 2-3 വണ്ടി 10,000 ഓടിയ സെക്കൻഡ് ഓണർ റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഒരു ₹20 ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്കിത് 1.45 കൊടുക്കട്ടെ. 2012 ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. വണ്ടി വന്നൊന്നും നിങ്ങൾക്ക് പറയാനും തെറ്റിപ്പോകാനും ഉണ്ടാവില്ല. അങ്ങനത്തെ വണ്ടിയാണ്. 40,000 ഓടിയ വണ്ടിയൊന്നും 2012 കിട്ടൂല. ഓക്കെ, അതുപോലെ തന്നെ കിഡിലും ജെന്നസ്റ്റിലോ ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സെക്കൻഡ് ഓണർ. വീൽ കപ്പ് കാര്യമൊക്കെ നമ്മൾ നാളെ ഇടും. ടയർ കാര്യമൊക്കെ ഉണ്ട്. നല്ല ഇന്റീരിയർ വൃത്തിയില്ല ജെന്നസ്റ്റിലോ VX ആയിട്ടോ. വാഗണറിന്റെ ഹൈറ്റിൽ യാത്ര ചെയ്ത് പോകാം. 1 ലക്ഷം രൂപന്റെ താഴെ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്.
2007 മോഡലാണ് വണ്ടി. VXi ആണ്. AC പവർ സ്റ്റാരിങ്, മിറർ അഡ്ജസ്റ്റ് കാര്യമൊക്കെ വരുന്ന നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി. ZNest ആരെങ്കിലും കൊണ്ടുപോയിക്കോളി, നമുക്ക് ചെറിയ പൈസ കൊടുക്കട്ടോ. നമ്മളിത് ചോദിക്കണത് ഇത് നമുക്ക് 85,000 രൂപക്ക് ഫൈനൽ. 88 ചോദിക്കണത്. ഒരു 85 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കട്ടോ. ഫൈനൽ റേറ്റ് ആണ് 85,000 രൂപ. 2007 VXi വണ്ടി കേട്ടോ. AC പവർ സ്റ്റാരിങ്, 4 ഡോറ്, വിൻഡോ കാര്യങ്ങളൊക്കെ വരും. ഇന്റീരിയർ നല്ല ബോഡി ഷേപ്പിലെ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇറക്കുന്ന VXi ആണ്. ZNest വാഗണറിന്റെ ഒരു ഐറ്റുള്ള വണ്ടിയാണ്. നമുക്ക് 88,000 റുപ്യ ചോദിക്കണേ, 85 റുപ്യ ഉണ്ടെങ്കിൽ ഫൈനൽ കൊടുക്കാം. നല്ല ഇന്റീരിയർ കാര്യം, ബോഡിയൊക്കെ ഉണ്ട്, എന്താ വൃത്തി, നല്ല ക്വാളിറ്റിക്കാരൻ, വലിയ ടച്ചിങ് കാര്യമൊന്നും വല്ലാതെ കയറാത്ത 2007 27 ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ വരുന്ന വണ്ടി കേട്ടോ. വെറും 85,000 രൂപ കൊടുക്കാം. അതുപോലെ തന്നെ 2009 മോഡലാണ്. നല്ല 29 വരെ പേപ്പറും കാര്യമൊക്കെ ഉള്ള LXi വാഗണർ കേട്ടോ. ഇത് നമുക്ക് 1,25,000 രൂപക്ക് വാഗണർ കൊടുക്കട്ടോ. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ വണ്ടി. സിംഗിള് ഇത് ZNest സെക്കൻഡ്, ഇത് സിംഗിൾ ഓണർ കേട്ടോ. റീപ്ലേസ് കാര്യമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. വാഗണർ ആരെങ്കിലും പഴയ ടൈപ്പിൽ വാഗണർ, നന്ന പഴയ ടൈപ്പല്ല, അതിന്റെ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെ വാഗണർ ആരെങ്കിലും ആവശ്യക്കാർ. 29 വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അതും ഫസ്റ്റ് ഓണർ വണ്ടി കേട്ടോ. ഫസ്റ്റ് ഓണർ. 29 സെപ്റ്റംബർ വരെ പേപ്പർ, 29 ലാസ്റ്റ് വരെ റിന്യൂവൽ കാര്യമൊക്കെ ഉണ്ട്. 1,25,000 റുപ്യക്ക് വാഗണർ LXi AC പവർ സ്റ്റാരിങ്ങും ഒക്കെ ഉള്ള വണ്ടി കൊടുക്കട്ടോ. നല്ല ഇന്റീരിയർ, മുന്നേ ഫ്രണ്ട് കാര്യമൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടികളാട്ടോ. ഇത് നമുക്ക് 2011 മോഡൽ സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. 2011 മോഡൽ 50,000 ഓടിയ വണ്ടി ഒന്ന് മറ്റേ ആൾട്ടോയിൽ കിട്ടും. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയർ കാര്യമൊക്കെ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഒരു ലോണിന് ഒരു 1,000 റുപ്യ അഡ്വാൻസ് തന്നിക്കണേ. ലോൺ ചെയ്യാൻ നാളെ പിന്നെ ലോൺ ചെയ്യാൻ കൊടുത്തിട്ട് കയറിയിട്ടില്ലെങ്കിൽ വേറെ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വണ്ടി കണ്ടളി നിങ്ങൾക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ ആൾട്ടോകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏതിന് വന്നാലും നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് വില നമുക്ക് ഓൾക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല വൃത്തിയിൽ 50,000 2011. ഇത് നമ്മൾ പുതിയ പേപ്പറിലാണ് കൊടുക്കണല്ലോ. പുതിയ റിന്യൂവൽ എടുത്തുകാണ്ട് കൊടുക്കും. എന്താ വെച്ചാൽ 4-ാം മാസം പേപ്പർ അയക്കണം. അപ്പൊ ടാക്സും റിന്യൂവലൊക്കെ എടുത്തു കൊടുക്കും. അത് നമ്മൾ നാളെ മറ്റന്നാളെ പറയാൻ പറ്റുമോ. അതുപോലെ തന്നെ നല്ലൊരു 11 മോഡൽ തന്നെ വൈറ്റില് വേറെ വണ്ടിയാണ് LXi. അല്ല കിഡിലും വണ്ടി. ടയറ് കാര്യമൊക്കെ 80% റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത സീറ്റാറൊക്കെ ഒന്നൊന്നിനും മെച്ചാട്ടോ. നല്ല ഹൈ ക്വാളിറ്റി. ഒന്ന് ചോപ്പ് കളറാണ്, ഒന്ന് വൈറ്റ് കളർ, ഒന്ന് വൈറ്റ് കളറാണ്, ഒന്ന് ഗ്രേ കളർ. നല്ല ഹൈ ക്വാളിറ്റി സീറ്റാറും കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് 2011 മോഡലാണ്. ഇപ്പൊ ഈ പഴയ ടൈപ്പിലുള്ള ആൾട്ടോകൾ മാത്രമേ നമ്മളിപ്പോ പരിചയപ്പെടുത്തണം. ഇത് 2011-12 മോഡലില് ഇത് 11 10-ാം മാസം വണ്ടി കേട്ടോ. 2011 10-ാം മാസം, 10 മാസം 11 മാസം പേപ്പർ ഗ്യാപ്പില് 2011 80,000 കിലോമീറ്റർ മാത്രം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓണർ. നല്ല ക്വാളിറ്റിക്കാരൻ ആൾട്ടോ കേട്ടോ. ആൾട്ടോ അങ്ങനെ ഏത് ക്വാളിറ്റി ഏത് ഐറ്റം ആൾട്ടോ ആണെങ്കിലും നിങ്ങൾ വന്നോളി. കുറെ ആൾട്ടോകളുണ്ട് ആവശ്യക്കാർക്ക്. ഈ പഴയ മോഡല് 10, 11, 12 വരുന്ന മോഡൽ ആൾട്ടോ 800 ആണെങ്കിൽ അതുകൊണ്ട്. ഏത് വണ്ടിയാണെങ്കിൽ ഇത് നമുക്ക് 1,20,000 രൂപ കൊടുക്കട്ടെ. 2011 ഒരു കൊല്ലത്തോളം ഏകദേശം പേപ്പർ ഗ്യാപ്പ് ഉണ്ട്. നല്ല ക്വാളിറ്റിക്കാരെ 80,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ആൾട്ടോ നമ്മൾ പെട്ടെന്ന് പറയാം, ആൾട്ടോകൾ കുറെ ഉണ്ട്. അപ്പൊ ഓക്കെ, അത് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ZN, പഴയ ചെക്കന്മാരൊക്കെ ചോദിക്കുന്ന ZN പഴയ പുതിയ മോഡലിൽ തന്നെയാണ്. പഴയ മോഡൽ ZNest അല്ല, പഴയ ടൈപ്പില് ചെക്കന്മാർക്ക് പറ്റിയൊരു വണ്ടിയാണ്. 29 വരെ പേപ്പറും കാര്യമൊക്കെ അല്ല. നല്ല ZN, നല്ല സീറ്റാറ് കാര്യമൊക്കെ ഉള്ള വണ്ടി. അൾട്ടോ വടി ഉണ്ട് കേട്ടോ. അൾട്ടോ ആകെ അൾട്ടോകളാണ്. ഏത് അൾട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് തരാം. അപ്പുറത്ത് യാർഡിലും അൾട്ടോ ഉണ്ട് വേണമെങ്കിൽ. അപ്പൊ നിങ്ങൾ ഏത് വണ്ടിക്ക് വാഗണറോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. കുറഞ്ഞ വണ്ടികൾ മാത്രം ഇന്ന് പരിചയം. ഇത് നമുക്ക് 67,000 റുപ്യക്ക് 29 വരെ പേപ്പറില്ല ZN കൊടുക്കട്ടോ. നല്ല വൃത്തിയിലെ വണ്ടിയാണ്. ഒന്ന് മൊത്തം സൈഡൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കണം. നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിന്റെ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ആയിട്ട് വിട്ടുതരും. നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയില്ല ZN ആണ്. ZN ചെക്കന്മാർക്ക് പറ്റിയൊരു ZN പുതിയ മോഡലില് ZNല് കേട്ടോ. ഏറ്റവും പഴയ മോഡലല്ല, പുതിയ മോഡൽ ZNല് വരുന്ന വണ്ടി. വെറും 67,000 റുപ്യ. നമുക്ക് ഫൈനൽ 65 റുപ്യ ഇട്ടുണ്ടായി കൊടുക്കാം. അതുപോലെ തന്നെയാണ് നല്ലൊരു കിടിലം വീണ്ടും ഒരു അൾട്ടോ ആണ്. ആൾട്ടോയുടെ ചാകര എന്ന് പറയട്ടോ. ഇപ്പൊ ഈ ആഴ്ചയിൽ കുറെ ആൾട്ടോകൾ കയറിയിരിക്കുന്നത്.
ഇത് 1,20,000 രൂപക്ക് 2011 മോഡൽ തന്നെ ആൾട്ടോ കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഇത് വേറൊരു വെറൈറ്റി സീറ്റ് കേട്ടോ. പല പല സീറ്റ് കവറുകളൊക്കെ ഫുള്ള് വെറൈറ്റി ആണ്. ഇത് 2011 ആഗസ്റ്റ് വരെ പേപ്പർ 10 മാസം ഇതിനും പേപ്പർ ഉണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ലൊരു അൾട്ടോ വണ്ടികൾ വേണമെങ്കിൽ കൊണ്ടേക്കോളി. 1,20,000 രൂപ കേട്ടോ. 2 പോലീസ് ഉണ്ട്, 2 വൈറ്റ് കളർ ഉണ്ട്, ഒരു സിൽവർ കളർ ഉണ്ട്, ഒരു ഗോൾഡൻ സിൽവർ ഉണ്ട്. ഏത് അൾട്ടോ ആണെങ്കിലും നിങ്ങൾ പോന്നോളി. ഓക്കെ, വണ്ടികൾ ഏത് ഐറ്റം ആണെങ്കിലും വരിക്ക് കറക്കട്ടോ. ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ പോന്നോളി. ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചോളി. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു ഡിസയർ ആട്ടോ. 2008 മോഡൽ AC പവർ സ്റ്റാരിങ് പവറിന്റെ ഒക്കെ ഉള്ള ഒരു ഡിസയർ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. ചാവി ഒന്ന് ലോക്കാണ്, നമുക്ക് തുറക്കാൻ പുറമൊന്നും ഇങ്ങനെ എടുത്തോട്ടെ. 28 വരെ പേപ്പറും കാര്യമൊക്കെ അല്ല. ഡിസയർ നമുക്ക് 1,60,000 റുപ്യ കൊടുക്കട്ടോ. AC പവർ സ്റ്റാരിങ് 4 ഡോർ വിൻഡോ കാര്യമൊക്കെ വരുന്ന ഡിസയർ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. VXI ആണ്, പെട്രോളിൽ വരുന്ന VXI ഓപ്ഷൻ ആണ്. 1,60,000 കൊടുക്കട്ടോ. പോളോ വണ്ടികൾക്ക് പോളോ ഉണ്ട്, അൾട്ടണ്ണൂറ് വണ്ടികൾക്ക് അൾട്ടണ്ണൂറ്, ഇയോണ്, നാനോ ഓട്ടോമാറ്റിക്, വാഗണർ, നാനോ മാനുവല് എല്ലാം 50, 45, 65 റുപ്യക്ക് മാരുതി. ഏത് ഐറ്റം ആണെങ്കിലും നിങ്ങൾ വിളിച്ചോളി. എല്ലാ ഐറ്റം ഉണ്ട്. അപ്പൊ ഇത് ഡിസയർ 1,60,000 2008-28 വരെ പേപ്പർ. ഓക്കെ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഗണർ കേട്ടോ. ഫുൾ ഓണില് 2016 വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഓട്ടോമാറ്റിക് ആണ്. 3,10,000 രൂപ കേട്ടോ. 2016 ഓട്ടോമാറ്റിക് ആണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല ഇന്റീരിയർ കാര്യമൊക്കെ വൃത്തിയുള്ള വണ്ടി. അടിപൊളി സീറ്റ് കവർ കാര്യമൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിക്കാരൻ. 2015-16 റേസറില്ല വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ഗിയറിൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ട്, ഓട്ടോമാറ്റിക് ഗിയറിൽ വരുന്ന വണ്ടിയാണ്. 2031 വരെ പേപ്പർ ഒക്കെ ഉണ്ട്. 2016 1-ാം മാസം വണ്ടി. നമുക്ക് 3,10 ഫുൾ ഓണിൽ കൊടുക്കട്ടോ. ആരെങ്കിലും ഫുൾ ഓണിലൊക്കെ ഓട്ടോമാറ്റിക് വാഗണർ വയ്ക്കുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളി. നല്ല വണ്ടിയാണ്. 16 മോഡൽ 3,10 കേട്ടോ. അതുപോലെ തന്നെ ഫുൾ ഓണില് അൾട്ടണ്ണൂറ് ആണെങ്കിൽ കൊണ്ടുപോയിക്കോളി. അടുത്ത 2015-30 വരെ പേപ്പറൊക്കെ അല്ലേ അൾട്ടണ്ണൂറ് കേട്ടോ. അത് ബോണറ്റ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. റീപ്ലേസ് ഇല്ല പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കണേ. ഫുൾ ഓണ് കാര്യങ്ങളൊക്കെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കയറും. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. 2030 വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. ഇന്റീരിയർ സീറ്റ് കവർ ഒക്കെ ഉണ്ട്. AC പവർ സ്റ്റാരിങ് 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന LXI ഓപ്ഷനിൽ വരുന്ന ഒരു ഗ്രേ കളറിൽ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ്. അൾട്ടണ്ണൂറിൽ ഗ്രേ കളർ ഉണ്ടോ? ടയർ കാര്യമൊക്കെ ഒരു 80-90% ടയർ കാര്യമൊക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ബോണറ്റ് മെയിൻ ഗ്ലാസും ചെറിയ റീപ്ലേസ് ഉണ്ട്. കമ്പനി ഹിസ്റ്ററിയിലൊക്കെ ഉള്ള വണ്ടിയാണ്. LXI ആണ് വണ്ടി വരുന്നത്. നല്ല ഫുള്ള് ഏകദേശം ഒരു ട്രാക്കും കാര്യമൊക്കെ എല്ലാവർക്കും ഫുൾ ഓണിൽ കയറി. 1,60,000 നമ്മൾ ചോദിക്കണം കേട്ടോ. മാക്സിമം നമുക്ക് എന്തേലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ വണ്ടികളിലും ചെയ്യാൻ നിങ്ങൾ വന്നോളി. വണ്ടിയൊക്കെ വന്ന് കണ്ടു ഓക്കെ ആണെങ്കിൽ അഡ്വാൻസ് തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ കൊടുക്കട്ടോ. ലോണ് ബാങ്ക് ലോണാണ് നമ്മൾ ചെയ്യണത്. നമ്മളെ ലോണല്ല, ബാങ്ക് ലോൺ. ഇൻട്രസ്റ്റും കാര്യം ചെറിയതായിട്ട് വരും. ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ഓക്കെ, അതേമാതിരി ഏത് വണ്ടിയാണെങ്കിലും ഉണ്ട് കേട്ടോ. നാനോകള് ചെറുത് 55,000 റുപ്യാന്റെ നാനോ ഉണ്ട്. AC പവറിന്റെ ഒക്കെ അല്ലേ. ഡിക്കി ഓപ്പൺ ഒക്കെ തുറക്കണ സാധാ മാനുവൽ നാനോ ഉണ്ട്. 1,20 റേഞ്ചിലൊക്കെ. വാഗണർ VXI മാനുവലുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10-30 റുപ്യൊക്കെ ലോണ് ഉണ്ടെങ്കിൽ 15 മോഡലാണ്. അതേമാതിരി 12 മോഡൽ വാഗണർ VXI ഉണ്ട്. 17 മോഡൽ ഉണ്ട്. 11 മോഡലൊക്കെ ഉണ്ട്. ഏത് വാഗണർ ആണെങ്കിലും നിങ്ങൾ വിളിച്ചോളി. അതേമാതിരി 2014 റിഡ്സ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് 2014 റിഡ്സ് VDI വണ്ടി ഡീസൽ വണ്ടി 3,25,000 രൂപ കൊടുക്കട്ടോ. കണ്ടോ? അതേമാതിരി തന്നെ 2012 സിംഗിൾ ഓണർഷിപ്പിൽ എടുക്കുന്ന VXI ഫുൾ ഓപ്ഷൻ വാഗണർ ആണ്. 2,00,000 രൂപക്ക് കൊടുക്കട്ടോ. 2,10 ചോദിക്കണാണ്. അതേമാതിരി മാരുതി 65,000 രൂപക്ക് 2007 MT-FI മാരുതി കൊടുക്കാം. അതേമാതിരി റിഡ്സ് പുതിയ പേപ്പർ എടുത്ത റിഡ്സ് ആണെങ്കിൽ നമുക്ക് 1,80,000 രൂപ കൊടുക്കാം. ഇയോൺ ആണെങ്കിൽ ഇയോൺ ഉണ്ട്. മാരുതി 35,000 റുപ്യക്ക് മാരുതി ഉണ്ട്. 20,000 റുപ്യ ഡൗൺ പേയ്മെന്റിന് ഇയോൺ ഉണ്ട്. ഓട്ടോമാറ്റിക് നാനോ ആണെങ്കിൽ 50,000 നല്ല അടിപൊളി നാനാണ്. 4 പുത്തൻ ടയർ കാര്യം റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല ഇന്റീരിയർ കാര്യമൊക്കെ വൃത്തിയില്ല
നാനോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന നാനോ കേട്ടോ. നല്ല ഗിയറും കാര്യമൊക്കെ ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. നല്ല വൃത്തിയിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയറ് കാര്യമൊക്കെ 4 പുത്തൻ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഗ്രേ കളറിൽ വരുന്ന നല്ല ഇന്റീരിയർ എക്സ്റ്റീരിയറിന് ഓപ്ഷൻ ആട്ടോ. ഓട്ടോമാറ്റിക്കലി നാനോ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ബാക്ക് ഡിക്കി ഓപ്പൺ, AC, പവർ സ്റ്റാറിംഗ്, കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. ഞാനും ആരെങ്കിലും ഓട്ടോമാറ്റിക് ചോദിക്കൊണ്ട് ഫുൾ ഗ്യാരണ്ടിയിൽ കൊടുക്കട്ടെ. 51,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല. നല്ല തുരുമ്പ് കാര്യമൊന്നും ഫ്രണ്ടിലില്ലാത്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ. 1,85,000 രൂപക്ക് ഓട്ടോമാറ്റിക് നാനോ കൊടുക്കട്ടോ. അതേ മോഡൽ തന്നെ, ഇതേ മോഡൽ തന്നെയാണ് മാനുവൽ ആണെങ്കിൽ നമുക്ക് 1,20,000 കൊടുക്കട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആവുകൊണ്ടാണ് റേറ്റ്. ഓക്കെ, അതേമാതിരി ഇത് കുറെ പിന്നെ ഈക്കോ ഒക്കെ പുതിയ പേപ്പർ എടുത്ത് ഈക്കോ വണ്ടികൾക്ക് 1,40,000 കൊടുക്കാം. ഒമിനി വണ്ടികൾക്ക് ഉറപ്പാണ് താഴെ നല്ല സിംഗിൾ ഓണർ ഒമിനി ഉണ്ട്. ഷിഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ ഫുൾ ഓണില് ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ. ന്യൂ ടൈപ്പ് ഷിഫ്റ്റ് ഒക്കെ ഡീസലിൽ വേണമെങ്കിൽ 2018 മോഡൽ 5 ലക്ഷം രൂപക്ക് ഡീസൽ ഷിഫ്റ്റ് ഫുൾ ഓണിലുണ്ട്. കുറെ വണ്ടി ഇതിൽ എടുക്കാത്തൊക്കെ ഉണ്ട്. അപ്പൊ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വണ്ടികൾ കണ്ടോലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാത്ത വണ്ടികൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്യാപ്പില്ലാണ്ട് വിളിക്കാം. കുറെ കാണാത്ത പുതിയ പുതിയ കസ്റ്റമർമാര് നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഓൽക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ട വണ്ടികളൊക്കെ ഉണ്ടാവും. കുറെ പോയ വണ്ടി നിങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ കാണാത്ത കുറെ വണ്ടി ഇതിൽ ക്യാരി ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതൊക്കെ കുറെ പോയതുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഗ്യാപ്പില്ല വണ്ടികൾ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കട്ടോ. ഓക്കെ, അല്ല അടിപൊളി വീഡിയോ ആണ്. ഇനി അപ്പുറത്ത് യാർഡിൽ കുറച്ച് വണ്ടിയും കൂടി എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പുറത്ത് കുറെ വണ്ടികൾക്ക് പുതിയ കാര്യമുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഒരു കിടിലം വാഗണർ ഓഫർ പ്രൈസിലാണ് ഈ വണ്ടി കൊടുക്കുന്നത്. 2011 4 അലവിയില് കാര്യം VXI ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് 1,80,000 രൂപക്ക് ഫൈനൽ കൊടുക്കട്ടോ. 2011 മോഡൽ വാഗണറാണ്. ഈ ഭാഗത്തേക്ക് അലവിയില് കാര്യമൊക്കെ നല്ല അടിപൊളി അലവിയിലൊക്കെ ഉള്ള വണ്ടി കേട്ടോ. VXI ആണ്. AC, പവർ സ്റ്റാറിംഗ്, 4 ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന VXI. ആരെങ്കിലും മിറർ അഡ്ജസ്റ്റ് കാര്യമൊക്കെ വരും. 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ് വാഗണർ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. 1,80,000 രൂപക്ക് കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ചെറിയ വില നെഗോഷ്യബിൾ ഇതിമി ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മളെ ഓഫർ. VXI ആണ് വണ്ടി തന്നെ. അല്ല ഇവിടെ എടുക്കാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് KL 65 റേസ് റേസിൽ തന്നെ ഡിക്കി സ്പോയിലർ കാര്യങ്ങളൊക്കെ കുടിക്കുക വണ്ടി. ഫുൾ ഫിറ്റിംഗ്സിൽ അലവിയിലടക്കം വരുന്ന വണ്ടി. 1,80,000 നമ്മൾ ചോദ്യമാണ്. ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും. 2011 മോഡൽ കേട്ടോ. അതേമാതിരി തന്നെയാണ് 2017 മോഡൽ നിസാന്റെ ഗോ പറഞ്ഞ വണ്ടി കേട്ടോ. 2,10 ചോദിച്ച് ഫൈനല് 2 ലക്ഷം റുപ്യ ഇട്ടാണ് 17 മോഡൽ വണ്ടി കൊടുക്കട്ടെ. 2,10 നമ്മൾ ചോദിക്കണേ. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. അപ്പുറം നല്ല 17 മോഡൽ സിംഗിൾ ഓണർ 80,000 കിലോമീറ്ററോടെ നിസാന്റെ ഗോ പറഞ്ഞ മോഡൽ. ഏകദേശം മാക്സിമം ഒരു 1,70, 1,80 ഒക്കെ ലോൺ ഇട്ടോ. അതേമാതിരി ആൾട്ടോ കേട്ടം VXI ആണ്. ഒരു 30,000 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 1,80,000 ആണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ഒരു 1,75 ഒക്കെ ഇട്ടാണെങ്കിൽ കൊടുക്കട്ടോ. 2013, 14 റേസറില്ല കേട്ടം VXI കേട്ടോ. അതേമാതിരി ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഗ്രാൻഡ് ആണ്. 2018 മോഡലാണ് ഐറ്റം ഗ്രാൻഡ് കേട്ടോ. 3,55,000 രൂപക്ക് 2018 മോഡൽ ഗ്രാൻഡ് കൊടുക്കട്ടോ. മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. 2018 കുറഞ്ഞ കിലോമീറ്ററുടെ ഐറ്റം ഗ്രാൻഡ് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി. അതേമാതിരി വെറും 28,000 കിലോമീറ്ററോടെ ഓട്ടോമാറ്റിക് വാഗണർ കേട്ടോ. 2017 അതും സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 28,000 കിലോമീറ്റർ. ടയർ കാര്യമൊക്കെ 80% ഉണ്ട്. റീപ്ലേസ് കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ സീറ്റൊക്കെ ലിമിറ്റ് അഡീഷൻ വണ്ടി കേട്ടോ. ബോഡി സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരുന്ന കമ്പനി സീറ്റർ അതേമാതിരി വരും. കമ്പനി സീറ്റർ കാര്യങ്ങൾ ഇന്റീരിയലൊക്കെ ഒരു 50,000 വണ്ടി ഇറങ്ങുമ്പോ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. 2018 മോഡല് വെറും 28,000 കിലോമീറ്റർ. കവറുകളൊന്നും പൊട്ടിച്ചാത്ത വണ്ടി കേട്ടോ. 28,000 കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ അല്ലേ. VXI ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് ലിമിറ്റ് അഡീഷൻ വണ്ടി കേട്ടോ. ലിമിറ്റ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10,60,000 വണ്ടി ഇറങ്ങുമ്പോ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്ന വണ്ടിയാണ്. ബോഡിമേ സ്റ്റിക്കർ വരും കമ്പനി. അതേമാതിരി പിന്നെ VXI ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. പിന്നെ കുറെ ഡിക്കി സ്പോയിലർ കുറെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് VXIന് ഏറെ. ഇത് നമുക്ക് വെറും 28,000 ഓടിയ വാഗണർ 17 മോഡല് 4,5 കൊടുക്കട്ടോ. നമുക്ക് മാക്സിമം
ഫൈനൽ ഒരു 4 റുപ്യ ഫൈനൽ ഇട്ടാണെങ്കിൽ കൊടുക്കും. 4,50,000 ചോദിക്കണം. 4 റുപ്യ ഫൈനൽ ഇട്ടാണെങ്കിൽ 2017 28,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് കൊടുക്കാം. അതേപോലെ തന്നെ ഷിഫ്റ്റ് പുതിയ വന്നാണ്. പുതിയ പേപ്പർ എടുത്ത 2010 മോഡൽ കേട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി. നമുക്ക് മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല കേട്ടോ. പുതിയ പേപ്പർ എടുത്ത കേട്ടോ. നല്ല ക്വാളിറ്റിക്കാരൻ അവിടെ നിന്നാ മതി. പിന്നെ പേപ്പർ ഒന്ന് നോക്കാൻ, ഇത് ഇന്നലെ വന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് 30 വരെ പേപ്പർ ഉണ്ട് കേട്ടോ. ഇത് 2030 വരെ പേപ്പറും കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ് ഷിഫ്റ്റ്. നമുക്ക് 1,90,000 കൊടുക്കട്ടോ. 1,90,000 രൂപക്ക് ഷിഫ്റ്റ് കൊടുക്കാം. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. 2010 മോഡല് VDI വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതെ, ഓക്കെ അല്ലേ. അതേപോലെ തന്നെ നല്ല റെഡ്സ് പുതിയ മോഡല്. റെഡ്സ് 2013 മോഡല് കോഫി കളർ 1,25,000 ഒക്കെ ഓട്ടോ ഓടിയ റെഡ്സ്. ആരെങ്കിലും ന്യൂ ടൈപ്പിൽ വയ്ക്കുകയാണെങ്കിൽ വന്നോളി. നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഡീസല് മറ്റേ ചവർലൈറ്റിന്റെ 2012 സിംഗിൾ ഓണർ വണ്ടി ചവർലൈറ്റ് ബീച്ച് പറഞ്ഞ വണ്ടി 90,000 റുപ്യ കൊടുക്കാം. കേട്ട റെഡ് ആണെങ്കിൽ 1,75,000 13 മോഡൽ VXI കൊടുക്കാം. ആൾട്ടണ്ണൂർ 17 ആണെങ്കിൽ 2,40,000 മാക്സിമം ഒരു 10-20 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. സ്റ്റാർ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഏകദേശം ഒരു അഡ്വാൻസ് ആയതാണ്. മറ്റേ കേട്ടൻ ആണ്. അത് നാളെ ഡെലിവറി പോകാനുള്ള വണ്ടിയാണ്. ഏകദേശം ലോണൊക്കെ റെഡി ആയിട്ടുണ്ട്. സ്റ്റാർ വേണമെങ്കിൽ നമുക്ക് 1,25,000 ഒരു 10-80 റുപ്യ ഒക്കെ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അമേസ് ഡീസൽ ആണെങ്കിൽ ഏകദേശം ഒരു 10-50 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 4 ലക്ഷം റുപ്യക്ക് 15 മോഡൽ അമേസ് കൊടുക്കാം. ഇന്നോവ 14V ആണെങ്കിൽ V കൊടുക്കാം. ഏത് വണ്ടിക്ക് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. നിങ്ങൾ കുറെ വണ്ടി കണ്ടത് കാണാത്തതും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടിയാ പറ്റിയത്? പുതിയ കസ്റ്റമർമാർ ഇതില് പുതിയ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഓൾക്ക് കാണാനുള്ള വീഡിയോ ഉണ്ടാവും. കൊറേ വണ്ടി പുതിയ കാര്യം തന്നെയാണ്. കാണാത്ത വണ്ടികൾ തന്നെയൊക്കെ. അപ്പൊ കണ്ട വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങള് അത് സ്കിപ്പ് ചെയ്ത് കാണാം. നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ല അടിപൊളി വീഡിയോ. നാളെ മറ്റന്നാളൊക്കെ കണ്ടമാനം വണ്ടി കയറാണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് നേരെ പോന്നോളി. നിങ്ങൾക്ക് പറ്റിയ തെരഞ്ഞെടുക്കാം. വർക്ക്ഷോപ്പിൽ കാണിച്ച് നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി കാണിക്കണമെങ്കിൽ നിങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ വണ്ടി തരും. നിങ്ങളൊരു ആധാർ കാർഡിന്റെ കോപ്പി തരിക. നമ്മളെ ഒരാൾ പോരണമെങ്കിൽ പോരും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി ഇക്കാണ്ട് കാണിച്ചിട്ട് വരിക. നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ബൈ. നമ്മളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫുള്ള് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ വീഡിയോ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിന്ന് 5 കിലോമീറ്റർ, മലപ്പുറത്തുനിന്ന് 5 കിലോമീറ്റർ, ആനക്കയം സൗദിപ്പടി എന്നാ പറയാ. മലപ്പുറം മോട്ടോഴ്സ് ആണ് കടന്റെ പേര്. റോഡിന്റെ 2 സൈഡിലും യാർഡുണ്ട്. ആ സൈഡിലും ഈ സൈഡിലും യാർഡുണ്ട്. അപ്പൊ നിങ്ങള് മഞ്ചേരിന്ന് കയറുകയാണെങ്കിൽ 5 കിലോമീറ്റർ ആനക്കയം സൗദിപ്പടി പറഞ്ഞാല് നമ്മളെ ഇവിടെ ഈ നേരെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. മലപ്പുറത്തുനിന്ന് മഞ്ചേരിന്നൊക്കെ 5 കിലോമീറ്റർ കേട്ടോ. 2-3-4 നമ്പറും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷന് കാറ്റലോഗ് ഒക്കെ തരും. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാം. പുതിയ വീഡിയോ ഒക്കെ കണ്ട വണ്ടികൾ ഇതിൽ ചിലപ്പോ ഉണ്ടാവും. കണ്ടോലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം. കുറെ പുതിയ വണ്ടികൾ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നാളെയും മറ്റന്നാളൊക്കെ കുറെ വണ്ടികൾ കയറാൻ കിട്ടും. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഓക്കെ, ബൈ.